ഇബ്ലീസ് മൂസാ നബി അലൈഹിസ്സലാമിനോട് വന്ന് അതാ ശുപാർശ ആവശ്യപ്പെടുകയാണ്, റെക്കമെൻഡ് ചോദിക്കുകയാണ്. എന്തിനാണ് ശഫാഅത്ത് തേടുന്നത്? അല്ലാഹു തആല എന്റെ തൗബ സ്വീകരിക്കാൻ മൂസാ നബിയാകുന്ന അങ്ങ് ഒന്ന് ആവശ്യപ്പെടണം. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് വന്ന് പറയാണ്. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, മന്ത്രം പാടില്ല എന്ന് പറയുന്നവരുണ്ടാകും, നേർച്ച പാടില്ല എന്ന് പറയുന്നവരുണ്ടാകും. ഡോക്ടർമാരെല്ലാം കൈവിട്ടാലോ, ഇനി മന്ത്രായാലും കുഴപ്പമില്ല, നേർച്ച ആയാലും കുഴപ്പമില്ല, അസുഖം മാറി കിട്ടണോ എന്ന് കരുതിയിട്ട് മന്ത്രിപ്പിക്കാൻ വരുന്ന ചില മന്ത്രത്തെ വിരോധിക്കുന്ന ആളുകളുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് പറയാണ്, അല്ലാഹു തആല എന്റെ തൗബ സ്വീകരിക്കുന്നില്ലല്ലോ, എന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിനോടൊന്ന് ശഫാഅത്ത് ചെയ്യുമോ? അപ്പോഴാണ് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ മൂസാ, മൂസാ നബിയെ, ആദം നബി അലൈഹിസ്സലാമിന് ജീവിതകാലത്ത് സുജൂദ് ചെയ്യാത്തവനല്ലേ ഇബ്ലീസ്? എന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് പോയി സുജൂദ് ചെയ്യാൻ പറയുമോ? ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് അതേ സുജൂദ് ചെയ്താൽ ഇതിന്റെ അർത്ഥം ഇന്ന് കാണുന്ന അമ്പിയാക്കളുടെ മക്ബറകൾ, ഔലിയാക്കളുടെ മക്ബറകളിൽ പോയി ഇന്നത്തെ ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമെന്നോ? അത് വിരോധിക്കേണ്ടതല്ല എന്നൊന്നുമല്ല. അങ്ങനെ ഒരു സുജൂദ് ഇസ്ലാമിലില്ല. അമ്പിയാക്കളുടെ ഖബറിന് വേണ്ടിയുള്ള സുജൂദ്, അതുപോലെ ഔലിയാക്കളുടെ ഖബറിനായിട്ടുള്ള സുജൂദ്, ഖബറിന് മാത്രമായിട്ടുള്ള സുജൂദ്, അങ്ങനെ ഒരു സുജൂദ് ഇസ്ലാമിലില്ല. അത് വിരോധിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അല്ലാഹ് പറയുന്നു മൂസാ നബിയോട് അലൈഹിസ്സലാം, ഇബ്ലീസിനോട് പറയണം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്താൽ എന്നാ പിന്നെ നമുക്ക് ആലോചിക്കാം. ഇബ്ലീസിന് ദേഷ്യം വന്നുപോയി. ഉടനെ ഇബ്ലീസ് എന്താ പറഞ്ഞത്? ലം അസ്ജുദ് ലഹു ഹയ്യൻ ഫകൈഫ അസ്ജുദ് ലഹു മൈതാ. ജീവിതകാലത്ത് ഞാൻ സുജൂദ് ചെയ്തിട്ടില്ലല്ലോ, ഇപ്പൊ എങ്ങനെയാണ് മയ്യിത്തായി കിടക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യുന്നത്? അതുകൊണ്ട് എന്നെ കിട്ടൂല. പക്ഷേ മൂസാ നബിയെ, നിങ്ങളോട് എനിക്കൊരു കടപ്പാടുണ്ട് കേട്ടോ. എന്തേ കടപ്പാട്? നിങ്ങളോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ, ഒരു റിക്വസ്റ്റ് നടത്തിയപ്പോ നിങ്ങളത് ചെയ്യാൻ ശ്രമിച്ചതാണല്ലോ, അള്ളാഹിനോട് ചോദിച്ചതാണല്ലോ. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു കടപ്പാടുണ്ട്. ഞാൻ നിങ്ങൾക്കതാ 3 കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ 3 സന്ദർഭങ്ങളിൽ എന്നെ നിങ്ങൾ ഓർത്താ മതി, നിങ്ങൾക്ക് നാശമില്ല. നിങ്ങൾ മാത്രമല്ല, ഏതൊരാളും 3 സന്ദർഭങ്ങളിൽ എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ആ സന്ദർഭങ്ങളിൽ അവിടെ കളിക്കുന്നത് ഇബ്ലീസാകുന്ന ഞാനാണ് എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർക്കൊരിക്കലും നാശമുണ്ടാകൂല. ഏതാണ് 3 സന്ദർഭങ്ങൾ? ഇബ്ലീസ് മൂസാ നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമതായി, ദേഷ്യം വരുമ്പോൾ എന്നെ ഓർക്കണോ, ചൊടി വരുമ്പോൾ എന്നെ ഓർക്കണം, അരിശം വരുമ്പോൾ എന്നെ ഓർക്കണം, സുബ്ഹാനല്ലാഹ് ഗളബുണ്ടാകുമ്പോൾ എന്നെ ഓർക്കണം. എന്തേ കാരണം? അവിടെ ഞാൻ കളിക്കാൻ നോക്കും, നന്നായി കളിപ്പിക്കും അവിടെ. അതുകൊണ്ട് തന്നെ നന്നായി, അതാ ഒരാൾക്ക് ദേഷ്യം വരുന്നുണ്ടോ, അവിടെ ഞാനുണ്ട്. നല്ല കാര്യത്തിനല്ല ദേഷ്യം വരുന്നത്. അതേ സമയത്ത് ദേഷ്യം വരേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തൊരു വിഷയമാണ്. അവിടെ ദേഷ്യം ോ എന്നാൽ അവിടെ ഞാൻ കളിക്കുന്നുണ്ടാകും. അവിടെ എന്നെ ഓർത്താൽ മതി, അതിനെ തുടർന്നൊരു കുഴപ്പവും ഉണ്ടാകൂല. ഓ പുരുഷന്മാരെ, ഭാര്യമാർക്ക് ദേഷ്യം വരും, പക്ഷെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലട്ടോ, പാവങ്ങളാണ് അവർക്ക് നല്ല ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ടീമാണ് സ്ത്രീകള്. അവർക്ക് വേഗം ദേഷ്യം വരും, കാരണം അവർക്ക് ക്ഷമിക്കാൻ കൂടുതൽ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്ന് പറഞ്ഞാല് തീരെ ക്ഷമിക്കാൻ കഴിഞ്ഞോളന്നില്ല എന്നല്ല. പുരുഷന് ക്ഷമിക്കാൻ പറ്റാത്തത് ക്ഷമിക്കാൻ പറ്റുന്നവരാണ് സ്ത്രീകൾ. പ്രസവ വേദന, പഴയകാലത്ത് ആളുകളൊക്കെ പറയില്ലേ, പ്രസവ വേദന മരണവേദനയാണ്. അതൊക്കെ സഹിച്ചവരല്ലേ. അതുകൊണ്ടല്ലേ ആ പ്രസവ വേദന എന്നത് പെട്ടെന്ന് സ്ത്രീകൾ മറക്കും.
പ്രസവ വേദന സ്ത്രീകൾ മറക്കും. അവരെ മറന്നില്ല എന്ന് കണ്ടാൽ രണ്ടാമത്തെ പ്രസവത്തിന് അവരെ കിട്ടൂല. കാരണം ആദ്യത്തെ പ്രസവിച്ചിട്ട് അനുഭവം ഉണ്ടായതല്ലേ. ആ വേദന ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ രണ്ടാമതായി പ്രസവിക്കാൻ നിൽക്കും? അത് അള്ള മറപ്പിക്കുകയാണ്. അവർ മറന്നുകളയും. ഒക്കെ ക്ഷമിക്കുകയാണെങ്കിലും ചില വിഷയങ്ങൾക്ക് സ്ത്രീകൾക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റില്ല. ദേഷ്യം വരും. പക്ഷെ അവർക്കറിയാം ദേഷ്യം വന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയാം. എന്നാലും ദേഷ്യം പ്രകടിപ്പിക്കും, അരിശം പ്രകടിപ്പിക്കും, വലമ്പ് പ്രകടിപ്പിക്കും. ആ സമയത്ത് ഓ ഉമ്മമാരെ, ദേഷ്യം വരുമ്പോൾ നിങ്ങൾ അവിടെ ചിന്തിക്കണം, ഇപ്പൊ ഇബ്ലീസ് കളിപ്പിക്കാൻ ഇവിടെ വരും. ആ ഇബ്ലീസിന് വഴങ്ങിക്കൊടുക്കരുത്. ഇബ്ലീസ് ഇപ്പൊ കളിക്കാൻ വരും. എന്നിട്ടോ ദേഷ്യം വന്നിട്ടൊരിക്കലും ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുന്നുവോ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾ എന്നെയാണ് ഓർക്കേണ്ടത്. ഇബ്ലീസ് പറഞ്ഞു, ഇതുപോലെ ദേഷ്യം വരുന്ന വിഷയത്തിൽ പുരുഷന്മാർ ഉഷാറാണ്. നന്നായി ദേഷ്യം വരും, അരിശം വരും. ചിലപ്പോ ഭാര്യനെ കാണുമ്പോൾ ദേഷ്യം വരും. പാവൻ പള്ളിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആ ദേഷ്യം തീർക്കണത് ഭാര്യന്റെ അടുത്താണ്. അങ്ങാടിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അങ്ങാടിയിലൊന്നും ദേഷ്യം തീർക്കാൻ കഴിയില്ല. ആ ദേഷ്യം തീർക്കണത് എവിടെയാണ്? പാവം ഭാര്യന്റെ അടുത്താണ്. ഉമ്മമാരെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാം കൂടി ഒറ്റ വാതിൽ പറയാൻ കഴിയില്ല. ഒരു സംഗതി മാത്രം വിഭിഷേകമായി പറയണം. ഒരു ഭാര്യ പറയാണ്, എന്റെ ഭർത്താവിന് എന്നോട് തീരെ ദേഷ്യമൊന്നുമില്ല കേട്ടോ, ഒരു ദേഷ്യവും കാണിക്കണില്ല. എങ്കിൽ ആ ഭർത്താവ് ഫുള്ളായിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്നർത്ഥം. എല്ലാരെ കുറിച്ചല്ലോ പറയണേ. ചില ആളുകൾക്ക് ദേഷ്യത്തിന്റെ ഞരമ്പ് തന്നെ അല്ല, ഞരമ്പില്ല. അവരെ കുറിച്ചല്ല ഞാൻ പറയാം. അതേസമയത്ത് ചില സ്ത്രീകൾ പറയും, എന്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടാറേ ഇല്ല. എങ്കില് ആ ഭർത്താവിന് വേണ്ട സ്നേഹം, ഭാര്യയോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം ഭർത്താവിന്റെ മനസ്സിൽ കുടിരുന്നിട്ടില്ല എന്നതിനർത്ഥം. കാരണം ഈ ദേഷ്യം വരുന്നതൊക്കെ ആരോടാ? സ്വന്തക്കാരോടാ. പുറമെക്കാരോട് ദേഷ്യം വരൂല, കാരണം തിരിച്ചിങ്ങോട്ട് കിട്ടും. സ്വന്തക്കാരോട് ദേഷ്യം കാണിക്കുമ്പോഴാണ് അവർ മിണ്ടാതിരിക്കുക. അതുകൊണ്ട് നന്നായിട്ടറിയും, ഭാര്യ എന്ന് പറഞ്ഞാൽ സ്വന്താണ്, നമ്മളെ സ്വന്താണ് ഭാര്യമാർ. അതുകൊണ്ട് അവരോട് ദേഷ്യം സ്വാഭാവികമായും വരും. കാരണം അവരോട് കാണിക്കാൻ പറ്റിയതുപോലെ കണ്ടു കാണുന്ന ഏതോ ഒരുത്തിയോട് പോയി ദേഷ്യം കാണിക്കാൻ പറ്റൂല. അതുകൊണ്ട് ദേഷ്യം ഉണ്ടാവും. ആരാന്റെ ദേഷ്യം ചിലപ്പോ ഭാര്യയോട് കാണിക്കാൻ പറ്റൂല, അത് വിഷയം വേറെ. അങ്ങനെ കാണിക്കാൻ പറ്റൂല. എന്നാലും ചിലപ്പോ ദേഷ്യം വന്നു പോകും. നിയന്ത്രണം വിട്ട് അങ്ങനെയൊക്കെ ആകും. നിയന്ത്രണം വിട്ട് വണ്ടി മാത്രമല്ല മറിയ, മനുഷ്യന്റെ സമനില അടക്കം തെറ്റും. അപ്പൊ അങ്ങനെ ദേഷ്യം വരുമ്പോ പുരുഷന്മാരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളവിടെ ഓർക്കണം, ഇപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ കളിപ്പിക്കാൻ അവിടെ ഇബ്ലീസ് വരും. ആ ഇബ്ലീസിന്റെ ചതിയിൽ പെട്ടുപോകരുത്. ത്വലാഖിന്റെ വാചകം ചൊല്ലരുത്. നിങ്ങളവിടെ ക്ഷമിക്കണേ. മൂസാ നബി അലൈഹിസ്സലാമിന് ഇബ്ലീസ് വീണ്ടും രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി രണ്ടാമത്തെ സമയം എപ്പോഴാണ്? ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരു അവസരമുണ്ടാകുമ്പോ ഇബ്ലീസ് വന്നിട്ട് മന്ത്രിക്കാണ്, ആ നല്ല കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ. അവിടെ നിങ്ങൾ പിറകോട്ട് പോകുന്നുണ്ടോ? ഇബ്ലീസ് കളിക്കുന്നു എന്ന് ചിന്തിക്കണം. രണ്ടാമതായി എന്നെ ഓർക്കേണ്ട സമയം അതാണ്. ഇത് പറഞ്ഞതിന് ശേഷം മൂന്നാമതായി മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ്, വഹീന തുജാലിസു ഇംറഅതൻ അജ്നബിയ്യ, അന്യ പെണ്ണിരിക്കുന്ന സമയമില്ലേ? ഓ പുരുഷന്മാരെ, അന്യ സ്ത്രീയോടൊപ്പം ഇരിക്കുന്ന സമയത്ത്, അത് ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും ബസ്സിലായാലും കല്യാണ വീട്ടിലായാലും അങ്ങാടിയിലായാലും അന്യ പെണ്ണിനോട് ഇരിക്കുന്ന സമയമാണോ, അവിടെ ഇബ്ലീസ് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഇബ്ലീസ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നി റസൂലുഹാ ഇലൈക വറസൂലുക ഇലൈഹാ, അവിടെ കുതന്ത്രം കളിക്കുന്നവൻ ഞാനായിരിക്കും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്ക് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല. അവിടെ മൂന്നാമതായി വഴിപെടപ്പിക്കാൻ ഇബ്ലീസ് ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം